ഒരു കറുത്ത തുണി ഉയർത്തി കാണിക്കുക, മുദ്രാവാക്യം വിളിക്കുക. ആ മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിൽ 16 ദിവസം ജയിലിൽ കിടന്ന ആളുകളാണ്. ഞങ്ങളുടെ കയ്യിൽ ആയുധങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ പോലീസ് പറയാ എന്നാ തുണിക്കഷ്ണം വാങ്ങിയ കട കാണിച്ചു തരണം. ഏകദേശം ഒരു 2 മണി സമയത്ത് കേരള പോലീസ് 2 ജീപ്പ് വീടുകളിൽ എത്തിയിട്ട് സമയത്ത് പോയിട്ട് പിന്നെ ബെല്ലടിക്കുക, ഈ ക്രിമിനലുകളെ പിടിക്കുന്ന പോലെ പോയിട്ട് ബെല്ലടിക്കുക, അക്ഷയ് എവിടെയെന്ന് ചോദിക്കുക. പിന്നെ ആ രീതിയിൽ സൗണ്ട് ഉയർത്തി സംസാരിച്ചിട്ട് പിന്നെ വീട്ടുകാരെ പാനിക് ആക്കുക. 60 ജയിലുള്ളത് ഇപ്പോൾ 70 അത് 80 ഇത് 90. അപ്പൊ നമ്മള് തമാശ രൂപയിൽ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയായിരുന്നു. ജയിലുകൾ വ്യാപിക്കുന്നതിന് കാരണം ആഭ്യന്തര വകുപ്പിന്റെ തകർച്ചയാണെന്നുള്ളതാണ് ഇതിന്റെ പ്രധാന കാരണം. നമസ്കാരം. ഒരു 4 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പരിചയപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷന്റെ ഒന്നും ആവശ്യമില്ല. അതായത് വീണ ജോർജ് എന്ന് പറഞ്ഞാൽ ആദ്യം ഓർക്കുന്ന 4 പേര് നിങ്ങളാണ്. എന്ത് തോന്നുന്നു? ഇപ്പൊ പുതിയ മത്സരത്തിലേക്കൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് വീണ ജോർജ്. അല്ല, പ്രത്യേകിച്ച് നമ്മൾ 5 പേരുണ്ട്. അപ്പോ അതിനകത്ത് നമ്മൾ 16 ദിവസമാണ് ഒരു കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ ഒരു കറുത്ത തുണി ഉയർത്തി കാണിക്കുക, മുദ്രാവാക്യം വിളിക്കുക. ആ മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിൽ 16 ദിവസം ജയിലിൽ കിടന്ന ആളുകളാണ്. ഇത് വേറെ ഏതെങ്കിലും രാജ്യത്ത് പോലും ഇത്തരം നിസ്സാരമായ കാര്യങ്ങൾക്ക് ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ല. ഇത് ജനാധിപത്യ രാജ്യമാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫാസിസ്റ്റ് രാജ്യമാണോ എന്ന് ചോദ്യം ഉയർന്ന രീതിയിലേക്കുള്ള സാഹചര്യത്തിലാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഭരണകൂട വേട്ടയുടെ ഇരകളായിട്ടുള്ള ആളുകളാണ് നമ്മളൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മന്ത്രി തന്നെ അത്തരം കാര്യങ്ങൾക്ക് ഇനീഷ്യേറ്റീവ് എടുക്കുമ്പോൾ സ്വാഭാവിക സമൂഹം അത് ചർച്ച ചെയ്യുമല്ലോ. ഈ സത്യം മാത്രം പറയുക അല്ലെങ്കിൽ LDF ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഒരു വികസനം ഉണ്ടാകൂ എന്നൊക്കെ പറഞ്ഞാണ് പ്രചാരണങ്ങൾ നടത്തുന്നത്. അപ്പൊ നിങ്ങളുടെ അനുഭവം കൂടെ കൂട്ടി വായിക്കുമ്പോൾ എന്ത് തോന്നുന്നു ആ പ്രചാരണങ്ങളൊക്കെ? അല്ല, ഇത് ശരിക്കും പറഞ്ഞ ഒരു PR വർക്കല്ലേ നടക്കുന്നത്. നമ്മുടെ ഫണ്ട്, സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഒരു PR വർക്ക് നടത്തിക്കൊണ്ട് ഇത് ഇങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമല്ലേ നടക്കുന്നത്. അത് ഇടക്കിടക്ക് എന്താണ് ആ PR വർക്കിലൂടെ എന്താണ് മുഖ്യമന്ത്രിയെ നല്ലൊരു എളിമയുള്ള ഒരാളാക്കി മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ പാളിപ്പോകുന്നു. കഴിഞ്ഞ ദിവസം തന്നെ എന്താ ഒരു മാധ്യമ പ്രവർത്തന ചോദ്യം കണ്ട സമയത്ത് അതിലൊക്കെ അസഹിഷ്ണുത കാണിക്കുന്ന ആളെ കണ്ടു. അതുപോലെ തന്നെ സാധാരണക്കാരൊരു ജനം ഒരു ചോദ്യം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോ മുഖ്യമന്ത്രി പറയുന്നതാണ് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയും. ഇതൊക്കെ തികട്ടി വരികയാണ്. അപ്പൊ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഭരണാധികാരിയും അതുപോലെ തന്നെ എന്തൊക്കെയൊക്കെ ചെയ്തു എന്ന് കാണിച്ചു കൂട്ടാൻ വേണ്ടി നമ്മുടെ സർക്കാരിന്റെ ഫണ്ട് തന്നെ എടുത്തിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നു. അല്ലാണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ വികസനം നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് ആളുകൾ അതിന്റെ ഇരകളാക്കപ്പെട്ട ഒരുപാട് ആളുകളുടെ ചിത്രം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ അന്ന് പ്രതിഷേധം ഉന്നയിച്ചത് ഇവിടുത്തെ താളം തെറ്റിയിട്ടുള്ള ആരോഗ്യ മേഖലയുടെ പാളിച്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു. അതേ ആരോഗ്യ മേഖലയിൽ നമ്പർ 1 എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രചാരണങ്ങൾ കൊടുക്കുന്നത്. അപ്പോ അതേ മന്ത്രി തന്നെ മത്സരത്തിലേക്ക് വരുമ്പോ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ഒരു ആരോഗ്യ മന്ത്രി എന്ന നിലയിൽ ഒരു പരാജയപ്പെട്ട ഒരു മന്ത്രിയായിട്ട് കേരളത്തിനകത്ത് വീണ ജോർജ് മാറിയിട്ടുള്ളൂ എന്നുള്ളൊരു കാഴ്ച നമ്മൾ കാണുന്നത്. കാരണം കേവലം ചില ബിൽഡിങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു എന്നുള്ളത് മാത്രമല്ലാതെ അങ്ങനത്തെ ചെറിയ രീതിയിൽ അതിനെ പർവ്വതീകരിച്ച് കാണിക്കുക എന്നുള്ളത് മാത്രമല്ലാതെ ഇതിന്റെ സേവനം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പല സ്ഥാപനങ്ങളും മാസങ്ങളായിട്ട് ഉദ്ഘാടനം ചെയ്തിട്ട് അവിടുത്തെ സ്റ്റാഫുകളെ നിയമിക്കാൻ വേണ്ടി സാധിക്കാതെ കൃത്യമായി ഫെസിലിറ്റീസ് ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കാത്ത പല ഘട്ടങ്ങളുണ്ട്. മാത്രമല്ല പല പേഷ്യൻസിന് ഇപ്പൊ സർക്കാർ ആശുപത്രിയിലേക്ക് പോകാൻ പേടിയാകുക. കാരണം എന്താ? ഓപ്പറേഷൻ ചെയ്ത് കത്രിക വെച്ച് മറന്നു എന്നുള്ള സാഹചര്യം ഉണ്ടാവുന്നു. അല്ലെങ്കിൽ ഒരു കുട്ടി നമ്മൾ കണ്ടതല്ലേ, ഒരു കുട്ടിയുടെ കൈക്ക് പരിക്ക് വിട്ടിട്ട് ആശുപത്രി നിസ്സാര പരിക്കായിരുന്നു. പക്ഷെ അവിടെ ആശുപത്രിയിൽ എത്തിയ സമയത്ത് അവിടുത്തെ പിഴവ് കൊണ്ട് ആ കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടായി. അപ്പൊ അതിനെ സഹായിക്കാൻ ആരെത്തിയത്? പ്രതിപക്ഷ നേതാവ് എത്തിയത്. അതിന് സർക്കാർ ഉത്തരവാദിയായിട്ട് പോലും സർക്കാരിന്റെ ഒരു വാക്കുകൊണ്ട് പോലും ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചിട്ടില്ലോ. അപ്പൊ ആ നിലയിൽ ഒരുപാട് കെടുകാര്യസ്ഥതകൾ ഉണ്ടാകുന്നത്. കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞു വീണിട്ട് രോഗി മരിക്കുന്ന സാഹചര്യം ഉണ്ടാവും. ഇത്രയും ദയനീയമായ സാഹചര്യത്തിലേക്ക് നമ്മുടെ ആരോഗ്യ മേഖല നീങ്ങി എന്നുള്ളതാണ് വലിയ കാര്യം. മാത്രമല്ല വലിയ ഭീകരമായ അപകടകരമായ സാഹചര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഗവൺമെന്റ് സ്ഥാപനങ്ങളെ, ഗവൺമെന്റ് ആശുപത്രികളെ ഇല്ലാതെയാക്കി അതിന്റെ പരിഗണന കുറച്ചുകൊണ്ട് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെ വളർത്താൻ വേണ്ടി സർക്കാർ തന്നെ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് വലിയ കുത്തക മുതലാളി ബേബി മ്യൂസ് ഉൾപ്പെടെയുള്ള ആശുപത്രികളുടെ മുതലാളിത്തത്തിലേക്ക് വരുമ്പോൾ അവരുടെ ഒക്കെ ഇന്റൻഷൻ എന്ന് പറയുന്നത് ചികിത്സ എന്നതിനേക്കാൾ അപ്പുറത്ത് പണമായി മാറും. അപ്പോ നമ്മുടെ പൊതു ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തേണ്ട ആളുകൾ അതിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ച കാലാണ് ഇപ്പൊ കടന്നുപോയത്. തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണെന്ന്. അത് ജനങ്ങൾ കൂടെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇനിയിപ്പോ നമ്മൾ അന്നത്തെ ദിവസത്തിലേക്ക് പോകുമ്പോൾ ഒരുപാട് വിഷ്വൽസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഈ പറയുന്നത് പോലെ ഞാനും റീചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും നിങ്ങൾ പോയി തല്ലിയോ എന്ന്. അതായത് നമുക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ. വീഡിയോ കണ്ടാലും എത്രമാത്രം നമുക്കത് മനസ്സിലാവത്തില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വർഷത്തിന് തല്ലിയിട്ടുണ്ടെന്ന് പറഞ്ഞു, ഒരു വർഷം തല്ലിയിട്ടില്ലെന്ന് പറഞ്ഞു. ശരിക്കും അന്ന് എന്താണ് സംഭവിച്ചത്? ദിവസം ശരിക്കും പറയുകയാണെങ്കിൽ ഈ തല്ലി എന്ന് പറയുന്ന സമയത്ത് അവിടെ മാധ്യമപ്രവർത്തകർ
എനിക്ക് തോന്നുന്നു 10ഓളം മാധ്യമപ്രവർത്തകർ ഉണ്ടായിരുന്നു. 6 ചാനലുകളുണ്ട്. അതുപോലെ തന്നെ RPF ഭാഗമായിട്ടുള്ള CCTV ക്യാമറകൾ ഉണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകരില്ലാതെ ക്യാമറ ഉപയോഗിച്ച് വീഡിയോ എടുക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് നേരത്തെ പിന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന കേരള പോലീസ് എന്ന് പറയുന്ന ഒരു വലിയ സംവിധാനം, ഒരുപാട് അംഗങ്ങൾ, ഒരുപാട് പോലീസുകാരവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നു. അത്രയും പോലീസുകാരെ വേദിച്ച്, അത്രയും ക്യാമറകളെ വേദിച്ച്, പിന്നെ ആരോഗ്യമന്ത്രിയെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ഗുണ്ടകൾ, പെയ്ഡ് ഗുണ്ടകളല്ല KSUക്കാർ എന്നുള്ളത് ആദ്യം ഇത് പറയുന്ന ആരോഗ്യമന്ത്രിയും സർക്കാരും ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ ഒരു കാരണവശാലും ഞങ്ങൾ വിദ്യാഭ്യാസ മേഖലയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ കണ്ണൂരിലേക്ക് വിദ്യാഭ്യാസ മന്ത്രി വന്നപ്പോൾ ഞങ്ങൾ കരിങ്കൊടി കാട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിണറായി വിജയന് നേരെ കരിങ്കൊടി കാട്ടിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും പിന്നെ കരിങ്കൊടി പ്രതിഷേധം അത്ര വലിയ പ്രതിഷേധമാണോ എന്ന് ചോദിച്ച ആളാണ് പിണറായി വിജയൻ. അങ്ങനെയുള്ളൊരു പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാരിലെ നാട്ടിനകത്ത് ഇത്രയും മോശമായ രീതിയിൽ ഞങ്ങളെ ഒരു വനിതാ മന്ത്രിയെ ആക്രമിച്ചു, കഴുത്ത് പിടിച്ച് ഞെരിച്ചു എന്നൊക്കെ പറഞ്ഞ് കള്ളക്കേസ് ചമത്തി, ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചു എന്ന് പറഞ്ഞ് കള്ളക്കേസ് ചമച്ചുകൊണ്ട് 16 ദിവസമാണ് ഞങ്ങളെ നിരപരാധികളായ ഞങ്ങള് ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്നത്. അതിനകത്ത് ടൗൺ SI ഉൾപ്പെടെ അതിനകത്ത് മൊഴി കൊടുത്തത് അങ്ങനെ ഒരു അക്രമം നടന്നിട്ടില്ല എന്നുള്ളത്. 16 ദിവസം ജയിൽവാസം അനുഷ്ഠിച്ചു. ഞങ്ങള് പിന്നെ കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടി പിന്നെ മനഃപൂർവ്വം താമസിപ്പിച്ചു. കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ധരിച്ച വസ്ത്രമല്ലാതെ ഞങ്ങളെ കയ്യിലുണ്ടായത് ഒരു കറുത്ത തുണിക്കഷ്ണം മാത്രമാണ്, ഞങ്ങളുടെ കയ്യിൽ ആയുധങ്ങളില്ല എന്ന് പറഞ്ഞു. അപ്പൊ പോലീസ് പറയാ, എന്നാ തുണിക്കഷ്ണം വാങ്ങിയ കട കാണിച്ചു തരണം തെളിവെടുപ്പിന് വേണ്ടി. എന്നെയും കൊണ്ട് പോയി തുണിക്കഷ്ണം വാങ്ങിച്ച കട കാണിച്ചു കൊടുത്തു. അവസാനം എന്തായി? സർക്കാർ പരാജയപ്പെട്ടു, പോലീസ് പരാജയപ്പെട്ടു, സത്യം ചെയ്യിച്ചു. ഞങ്ങൾ അന്നും ഇന്നും പറയുന്നു, തെറ്റ് ചെയ്യാത്തടത്തോളം കാലം ഞങ്ങൾക്ക് ആർക്കും ഒന്നിനെയും ഭയമില്ല. ഞങ്ങള് ഈ കേരളത്തിലെ രാജ്യത്തെ ഭരണഘടനയിൽ വിശ്വസിക്കുന്നു, നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്നു. തെറ്റ് ചെയ്യാത്ത കാലത്തോളം ഒന്നിനെയും ഭയക്കില്ല, സധൈര്യം മുന്നോട്ട് പോകും. തെറ്റ് ചെയ്തിട്ടില്ല എന്ന പൂർണ്ണ വിശ്വാസത്തോട് കൂടിയിട്ട് ഇനി അങ്ങോട്ട് സംഘടനാ പ്രവർത്തനം നടത്തും എന്ന് മാത്രമാണ് യോസഫ് പറയുന്നത്. പ്രസംഗിക്കുമ്പോ മൈക്ക് സൗണ്ട് ഉണ്ടാക്കി ആംപ്ലിഫയറിനെതിരെ നടപടി എടുക്കുന്നു. ഇപ്പോ കരിങ്കൊടി കാണിച്ചപ്പോ ആ കടയിൽ പോയി അന്വേഷിക്കുന്നു. ആ ഒരു രീതിയിലാണല്ലോ കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഈ പറയുന്നത് പോലെ ജയിൽവാസം എന്ന് പറയുന്ന എന്തെങ്കിലും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഈ ജയിൽവാസം എന്ന് പറയുന്നത് എന്നെയും, അതായത് എനിക്ക് വ്യാസിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം മതവിശ്വാസത്തിൽ പ്രധാനപ്പെട്ട നോമ്പുകാലമായിരുന്നു ഞങ്ങൾ ജയിലിൽ കിടന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട 16 ദിവസം, വിശ്വാസപരമായി നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട 16 ദിവസം ഞങ്ങളിൽ നിന്ന് ഇല്ലാതാക്കിയത് ഈ കള്ളക്കേസിലൂടെയാണ്. അപ്പോൾ ഈ ജയിൽവാസം എന്ന് പറയുന്നത് നമുക്കൊരു അനുഭവമായിരുന്നു. കാരണം ഈ കള്ളക്കേസിൽ ജയിലിറങ്ങി പോയതുകൊണ്ട് യാതൊരുവിധ മടിയും ഞങ്ങൾക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഞങ്ങളെ 5 ആൾക്കാരെയും കണ്ണൂർ സബ് ജയിലിലേക്ക് രാത്രി പുലർച്ചെ 4 മണിക്ക് റിമാൻഡ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഞങ്ങൾക്ക് പേടിയില്ലായിരുന്നു. കാരണം ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല. തക്ഷി പറഞ്ഞ ഞങ്ങൾ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല. കേവലം ഒരു കറുത്ത തുണി ഉയർത്തിക്കൊണ്ട് മന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചു. അത് അതിന്റെ ഒരു 1 മണിക്കൂർ മുമ്പ് വരെ മന്ത്രി പറഞ്ഞത് കറുത്ത കൊടികൾ ഞാൻ പൂമാല പോലെ സ്വീകരിക്കുമെന്ന് പറഞ്ഞ മന്ത്രിക്ക് ഞങ്ങൾ ഒരു കറുത്ത കൊടി കാണിച്ചതിന് എന്തിനാ അസഹിഷ്ണുതയോടുകൂടി പെരുമാറിക്കൊണ്ട് മന്ത്രിക്ക് ഒരു പരിക്കുമില്ലാതെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ICUവിൽ കിടക്കുകയും തുടർന്ന് പെരിയാരത്തേക്ക് ICUവിൽ പോവുകയും ആ ICUവിൽ കിടക്കുന്ന സമയത്ത് തന്നെ പെരിയാർ മെഡിക്കൽ കോളേജിൽ നിന്ന് നഴ്സുമാർ ഉൾപ്പെടെ, ഹെഡ് നഴ്സ് ഉൾപ്പെടെയുള്ളവർക്ക് സെൽഫി എടുത്തുകൊണ്ട് ചിരിച്ച മന്ത്രി അതേ മെഡിക്കൽ ബുള്ളറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കിക്കൊണ്ട് പുലർച്ചെ 4 മണിക്ക് സ്വന്തം കാറിൽ കണ്ണൂരിൽ നിന്ന് പത്തനംതിട്ട വരെ ഈ പണി നടക്കുന്ന റോഡിന്റെ കുണ്ടിലും കൊയ്യിലും കഴുത്തിനും പരിക്കുപറ്റ മന്ത്രി പോയതോടുകൂടി ആ മെഡിക്കൽ ബുള്ളറ്റിനും തെറ്റാണെന്ന് മന്ത്രി എന്നെ സ്വയം തെളിയിച്ചു. മന്ത്രി തന്നെ മെഡിക്കൽ ബുള്ളറ്റിന് ഇറങ്ങുന്നതിന് മുമ്പാണ് മന്ത്രി അവിടെ നിന്ന് പുറപ്പെട്ടത്. അതായത് പിറ്റേന്നുള്ള മെഡിക്കൽ ബുള്ളറ്റിൽ പറഞ്ഞത് മന്ത്രിക്ക് കഠിനമായ പരിക്കാണ്, 7 ദിവസത്തെ ചികിത്സ, തുടർ ചികിത്സ അവിടെ തന്നെ ആവശ്യം വരുമെന്നാണ് പിറ്റേന്നത്തെ മെഡിക്കൽ ബുള്ളറ്റിൽ ഉണ്ടായത്. തലേന്നിറക്കി ഗവൺമെന്റ് ഹോസ്പിറ്റലിലുള്ള വിശ്വാസം ഇല്ലായ്മയാണ് അവിടെ അപ്പൊ തന്നെ ഇറങ്ങി രക്ഷപ്പെടാനുള്ള ഒരു കാരണം. അത് മന്ത്രിയോട് തന്നെ ചോദിക്കേണ്ടി വരും. മന്ത്രി നിരന്തരം തള്ളുന്നുണ്ട്. അതായത് നമ്പർ 1 ഹോസ്പിറ്റലാണ് കേരളത്തിലെ. മെഡിക്കൽ കോളേജുകളും അതുപോലെ തന്നെ ഗവൺമെന്റ് സംവിധാനങ്ങളും എല്ലാം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മന്ത്രി തന്നെ പറയുന്നുണ്ട്. അപ്പൊ മന്ത്രിക്ക് തന്നെ സ്വയം വിശ്വാസം ഇല്ലാത്തതാണോ എന്ന് മന്ത്രിയോട് തന്നെ സ്വയം ചോദിക്കേണ്ടി വരും. മന്ത്രി അവിടെ കണ്ണൂർ ആശുപത്രിയിൽ നിന്ന് MRI എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് പരിഹാരത്ത് പോയത്. എനിക്കൊന്നും MRI സ്കാനിങ് എടുക്കാനുള്ള സംവിധാനം പരിഹാരത്തില്ല. പരിഹാരത്ത് ഉദ്ഘാടനം ചെയ്ത് വരുന്നുണ്ടായില്ല മന്ത്രി വരുന്ന സമയത്ത്. പിന്നീട് എങ്ങനെ MRI എടുത്തു, MRI സ്കാനിങ് എടുത്തു എന്നുള്ളതൊക്കെ അവിടെ തന്നെ പറയേണ്ടതാണ്. നിങ്ങൾ ഈ ജയിൽവാസം ഒക്കെ അനുഭവിച്ചെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ തമാശയായിട്ടാണ് തോന്നുന്നല്ലേ ഈ മന്ത്രിയുടെ ഈ ഓരോ സിസ്റ്റം ഒക്കെ കാണുമ്പോഴേ? അല്ല, തമാശ നമ്മളിപ്പോ തമാശ ഇതിൽ പറയെങ്കിലും ഇതിന്റെ ഒരു ഭയങ്കര ഭീകരമായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. അവിടെ ഒരു സമൂഹം ആ നിലയിൽ പോകുന്ന സമയത്ത് അതിനെ ഫാസിസ്റ്റ് നിലയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അത് നമ്മുടെ ഭരണകൂടം തന്നെ നടത്തല്ലേ.
അപ്പൊ ഇത് അനുവദിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ നാടിന് തന്നെ വലിയ ഭീഷണി. കാരണം എതിർക്കപ്പെടുന്ന ആളുകളെ അടിച്ചമർത്താൻ വേണ്ടി പോലീസിന്റെ അധികാരങ്ങൾ ഉപയോഗിക്കും, അല്ല നിയമങ്ങളുടെ പഴുതുകളൊക്കെ തന്നെ ചൂഷണം ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ ഇത്തരം പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ അവർക്കെതിരെ ശബ്ദം ഉയർത്തുന്ന ആളുകളെ ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ അപ്പൊ അത് ഇല്ലാതാവും. അതാണ് ചോദ്യം. അല്ല, ഈ പറയുന്നത് പോലെ ജയിലിലാക്കുക എന്നൊക്കെ പറയുമ്പോൾ വീട്ടിൽ നിന്നൊരു പ്രഷറൊക്കെ വരുമല്ലോ സ്വാഭാവികമായിട്ടും. ഇതിനകത്ത് ഞങ്ങള് 25-ാം തീയതി അല്ലേ, 25-ാം തീയതി ഉച്ച സമയത്താണ്, ഒരു 3 മണി സമയത്താണ് ഞങ്ങൾ കരിങ്കൂടി കാണിക്കുന്നത്. അവിടുന്ന് ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് ടൗൺ സ്റ്റേഷനിൽ എത്തിച്ചു. ടൗൺ സ്റ്റേഷനിൽ ഏകദേശം ഒരു 12 മണി വരെ ഞങ്ങൾ മെഡിക്കൽ എടുക്കാതെ ടൗൺ സ്റ്റേഷനകത്ത് ഉണ്ടായിരുന്നു. ആ മെഡിക്കൽ എടുത്തു, ഞങ്ങളെ റിമാൻഡ് ചെയ്തു എന്നുള്ള വാർത്തകൾ കേരളത്തിലുള്ള മുഴുവൻ മാധ്യമങ്ങളിലൂടെയും പ്രചരിച്ചു. ഞങ്ങളുടെ വീടുകളിലും അതൊക്കെ എത്തി. ആ സമയത്ത് ഞങ്ങൾ റിമാൻഡിൽ കിടന്ന് പിറ്റേ ദിവസം പാരന്റ്സ് ഞങ്ങളെ സന്ദർശിക്കാനായി സബ് ജയിലിലേക്ക് വന്ന സമയത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏകദേശം ഒരു 2 മണി സമയത്ത് കേരള പോലീസ് 2 ജീപ്പ് വീടുകളിൽ എത്തിയിട്ട് ഉറങ്ങിക്കിടക്കുന്ന, എന്റെ വീട്ടിലെ സാഹചര്യം എന്ന് വെച്ചാല് അച്ഛൻ, അമ്മ, ഒരു ചെറിയ കുട്ടി, ചേച്ചിയുടെ കുട്ടിയാണുള്ളത്, UKG പഠിക്കുന്നത്. ഈ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പോയിട്ട് പിന്നെ ബെല്ലടിക്കുക, ഈ ക്രിമിനലുകളെ പിടിക്കുന്ന പോലെ പോയിട്ട് ബെല്ലടിക്കുക, അക്ഷയ് എവിടെയെന്ന് ചോദിക്കുക, പിന്നെ ആ രീതിയിൽ സൗണ്ട് ഉയർത്തി സംസാരിച്ചിട്ട് പിന്നെ വീട്ടുകാരെ പാനിക് ആക്കുക. കഴിഞ്ഞ ദിവസം പിന്നെ ഉറങ്ങിക്കിടക്കുമ്പോൾ അവന് എന്റെ സഹപ്രവർത്തകൻ മുബാസ് അവനൊരു ചായക്കട നടത്തുകയാണ്. അപ്പൊ രാത്രി 2 മണിയൊക്കെ വർക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ട് ഒരു 10-11 മണിക്കൊക്കെയാണ് എണീക്കുക രാവിലെ. അപ്പൊ ഉറങ്ങിക്കിടക്കുമ്പോൾ വീട്ടിനകത്ത് ചെന്നിട്ട് അറസ്റ്റ് ചെയ്യുക. പിന്നെ ഞാൻ പഴയങ്ങാടി ബസ് സ്റ്റാൻഡിനകത്ത് ടൗണിൽ നിൽക്കുമ്പോൾ എന്നെ വന്ന് അറസ്റ്റ് ചെയ്യുക, നല്ല നടപെടുക്കണം, പിന്നെ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് വീട്ടിൽ വന്ന് ഉറങ്ങിക്കിടക്കുന്ന ആളെ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. ഇത്തരത്തിൽ ഇപ്പൊ നമ്മള് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് നാട്ടില് പരിപാടികൾ നടക്കുന്നുണ്ട്. ഇന്നലെ DJ റോഡ് ഷോ അടക്കം നടന്നിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ചെറിയൊരു പെർമിഷന്റെയോ കാര്യങ്ങളോ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കേസുകൾ എടുക്കും റോഡ് ഷോക്ക്. അപ്പോ ഇത്തരത്തില് പിന്നെ നമ്മളവിടുന്ന് വണ്ടി കയറുമ്പോ അവിടെയുള്ള പോലീസുകാരെ വിളിച്ചു പറഞ്ഞിരുന്നു, ഞങ്ങൾ നാട്ടിലില്ല, തിരുവനന്തപുരത്ത് പോവാണ്, ഇനി ഇന്നോ നാളെ നാട്ടിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങളുടെ പേരിൽ കേസ് എടുത്തേക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വണ്ടി കയറുക. അത്തരത്തിൽ പിന്നെ തുടർച്ചയായിട്ട് ഞങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് കേസുകളിൽ പെടുത്തുക, ഈ ഭീഷണിപ്പെടുത്തുക. നാട്ടിലൊക്കെ പിന്നെ ഫേസ്ബുക്ക് ഒക്കെ തുറന്നാല് പിന്നെ പയ്യന്നൂർ സഹാക്കൾ, കരിവള്ളൂർ സഹാക്കള്, പിന്നെ പാനൂർ സഹാക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ RIP പിന്നെ പോസ്റ്ററുകൾ ഇറങ്ങുക, നിന്റെ നാളുകൾ എണ്ണപ്പെട്ടു, പിന്നെ കാലം കണക്ക് ചോദിക്കാതെ കടന്നു പോകില്ല എന്നൊക്കെ പറയുമ്പോ ഞങ്ങൾ എന്താണ് അത്രയും വലിയ തെറ്റ് ചെയ്തത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവില്ല. ഞങ്ങളെ പ്രതിഷേധിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും എനിക്ക് പിന്നെ എന്റെ ഓർമ്മയിൽ ഉമ്മൻചാണ്ടി സർക്കാർ കേരളം ഭരിക്കുന്ന സമയത്ത് അദ്ദേഹം കണ്ണൂരിലെത്തിയപ്പോ അദ്ദേഹത്തെ പിന്നെ മാരകമായിട്ട് നെറ്റിയിലടക്കം കല്ലെറിന് പരിക്കേൽപ്പിച്ച ആളുകളാണ് അടുത്ത ഇന്ന് കേരളം ഭരിക്കുന്ന ആളുകൾ. അപ്പൊ അങ്ങനെ ഞങ്ങള് യാതൊരു വിധത്തിൽ അക്രമം ഉണ്ടാക്കിയിട്ടില്ല, ആർക്കും പരിക്കൊന്നും പറ്റിയിട്ടില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ നിയമപരമായിട്ട് തെളിയിക്കുകയും ചെയ്യും. ആ പ്രതിയോട് ക്ഷമിച്ച ഒരു ഭരണാധികാരിയുടെ നാടാണിത്. അപ്പൊ ഇത്തരത്തിൽ ഒരു തെറ്റും ചെയ്യാതെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള പിന്നെ ഭരണഘടന അനുവദിക്കുന്ന, നമ്മുടെ സിസ്റ്റം അനുവദിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചതിന്റെ പേരിൽ ഇത്രയേറെ പിന്നെ പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും നിരന്തരം ഇന്നും ഞങ്ങൾ വേട്ടയാടലുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ പ്രതിഷേധങ്ങളെ പിന്നെ ഭയക്കുന്ന ഒരു സർക്കാരും ഭരണകൂടവുമായിട്ട് പിണറായി വിജയന്റെ സർക്കാർ മാറിയിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നോ ജയിലിലെ അനുഭവങ്ങൾ? ഈ പറയുന്നത് പോലെ നമ്മള് സാധാരണ നല്ല കാര്യങ്ങൾക്കൊക്കെയാണ് അനുഭവങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുന്നത്, പക്ഷെ ഇവിടെ തിരിച്ചാണ് എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു ജയിലിലെ അനുഭവങ്ങൾ? ആദ്യത്തെ 1-2 ദിവസം വളരെ ഒരു ഭയവും പിന്നെ സങ്കടമൊക്കെ തോന്നിയെങ്കിലും അവസാനങ്ങളിൽ എല്ലാവരും നല്ല വൈബായിട്ടും എല്ലാവരും വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് നമ്മൾ തന്നെ ജയിൽവാസം ഓരോ ദിവസം കൂടുന്നവരും ആദ്യമായിട്ട് ഒന്നാമത് പെരുന്നാൾ അടുപ്പിച്ച് വരാനായി. പിന്നെ നമ്മള് ജയിലിൽ ഏറ്റവും കൂടുതൽ കണ്ടൊരു വേദനാകരമായ കാഴ്ച എന്ന് വെച്ചാൽ ലഹരി ഉപയോഗം, മാരകമായ ലഹരി കടത്തും മറ്റുമായിട്ട് ലഹരി കേസുകൾ വ്യാപിക്കുന്ന അത് നമുക്ക് മനസ്സിലായി. അവിടെ ഏറ്റവും കൂടുതലുള്ളത് ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകളാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അന്നേരം തന്നെ നമ്മൾ അവിടെ ഒരു ഉദ്ഘാടനം നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ജയിലില് വിസിറ്റിംഗ് റൂം ഇപ്പൊ സംസാരിക്കാൻ വന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി പറഞ്ഞത്, കേരളത്തിൽ 60 ജയിലുള്ളത് ഇപ്പോൾ 70-ആയി, അത് 80-ആയി, അത് 90-ആയി. അപ്പൊ നമ്മള് തമാശ രൂപയിൽ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയായിരുന്നു. ജയിലുകൾ വ്യാപിക്കുന്നതിന് കാരണം ആഭ്യന്തര വകുപ്പിന്റെ തകർച്ചയാണെന്നുള്ളതാണ് അതിന്റെ പ്രധാന കാരണം. കാരണം ജയിലുകൾ വ്യാപിക്കുന്ന അത്ര നല്ല കാര്യമല്ലല്ലോ. അതായത് നമ്പർ 1 കേരളം PR വർക്ക് ചെയ്യുന്നതിലുപരി കേരളത്തിന്റെ അടിത്തട്ടിലെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുന്നത്, ഭരണാധികാരി ആൾച്ചൂക്കുന്നത് കണക്കാണ്. കാരണം ജയിലിൽ 18 വയസ്സുള്ള ഒരു ചെറിയ ചെറുക്കൻ 79 ഗ്രാം MDMA പിടിക്കപ്പെട്ടിട്ടുണ്ട്.
അതുപോലെ തന്നെ നിരവധി കേസുകൾ 20 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള 43 അന്തേവാസികളുള്ളതിൽ 38 പേരും MDMA കഞ്ചാവ് കേസുകളിൽ പ്രതികളാണ്. കാരണം കേരളത്തിലേക്ക് ഈ 10 വർഷത്തിനുള്ളിൽ ധാരാളം ലഹരി, അതായത് MDMA പോലുള്ള സ്റ്റാമ്പ് പോലുള്ള ലഹരികൾ കേരളത്തിൽ ധാരാളമായി ഒഴുകി ചെറിയ കുട്ടികൾക്കിടയിൽ, സ്കൂൾ കുട്ടികൾക്കിടയിൽ വ്യാപകമായി കിട്ടുന്ന ഒരു സാഹചര്യം ഈ 10 വർഷത്തിനിടയിൽ ഉണ്ടായി. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഇവിടുത്തെ ഭരണകൂടം തന്നെയാണ്. ഭരണകൂടം വിചാരിച്ച് ഇതൊക്കെ ഇല്ലാതാക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഒരു മൗനാനുവാദം കൊടുത്തുകൊണ്ട് കേരളത്തിലെ തലമുറയെ ലഹരിക്ക് അടിമപ്പെടുത്തിക്കൊണ്ട് പ്രതിഷേധിക്കാനോ അല്ലെങ്കിൽ അവർക്കെതിരെ എതിർക്കാനോ ഉള്ള ഒരു ശേഷി ഇല്ലാതാക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. മന്ത്രിമാരോടൊക്കെ ചോദ്യം ചോദിക്കാൻ പോകുമ്പോ വീട്ടിൽ പോയി ചോദിക്കുക, കടക്ക് പുറത്ത് ആ ഒരു രീതിയാണല്ലോ. ഇപ്പൊ മൂന്നാം പിണറായി സർക്കാർ വരുമ്പോഴുള്ള ഒരു അവസ്ഥ എന്തായിരിക്കും? അയ്യോ, മൂന്നാം സർക്കാർ ആലോചിക്കാൻ പോലും സർക്കാർ പിന്നെ വോട്ട് ചോദിച്ച് വീടുകളിൽ ചെല്ലുമ്പോ അവിടെയുള്ള LDF സ്ഥാനാർത്ഥികളോട് കേരളത്തിലെ ജനങ്ങൾ പറയുന്ന മറുപടിയും ഇതായിരിക്കും, വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നുള്ള മറുപടി ആയിരിക്കും. ഈ പിന്നെ വീട്ടിലിരിക്ക്, മാറി നിൽക്ക്, വീട്ടിൽ പോയി ചോദിക്കും എന്നൊക്കെ കേരളത്തിലെ ജനങ്ങളോട്, വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളോട് പറയുന്ന ഭരണാധികാരികളോട് ജനങ്ങളും ഈ തെരഞ്ഞെടുപ്പിനകത്ത് തിരിച്ച് അത്തരത്തിലുള്ള മറുപടി പറഞ്ഞ് അവരെ വീട്ടിലിരുത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നേതാക്കന്മാർക്കൊക്കെ ഒരു ധാർഷ്ട്യമുണ്ട്. അല്ല, ഇതിനകത്ത് CPM നേതാക്കന്മാരുടെ ഫേസ് എന്ന് പറയുന്നത് അതൊരു ധാർഷ്ട്യത്തിന്റെ ഫേസ്. എല്ലാ ലീഡേഴ്സിനും, പിണറായി വിജയൻ, MV ഗോവിന്ദൻ, M സ്വരാജ്, വീണ ജോർജ് ഉൾപ്പെടെ എല്ലാ CPM ലീഡേഴ്സിന്റെയും ഫേസ് എന്ന് പറയുന്നത് ധാർഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഫേസാണ്. അത് നമ്മൾ കാണല്ലേ, ഓരോ പ്രസ്താവനകളോട് നമ്മൾ കാണല്ലേ. MV ഗോവിന്ദൻ എന്താ പറഞ്ഞത്? അവർ പറഞ്ഞത് കൈ പിടിച്ച് തിരിച്ചു, ഗൊറില്ല യുദ്ധം എന്നൊക്കെ പറഞ്ഞത്. എന്താണ് കഴുത്ത് പിടിച്ച് തിരിച്ചു എന്നൊക്കെ പറഞ്ഞു? എന്താണ് ആളുകൾ ഇതൊക്കെ കാണുന്നതല്ലേ? ഇത് ആളുകളെ പൊട്ടന്മാരാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കേസല്ലല്ലോ. അപ്പൊ ആ സമയത്ത് പോലീസുകാർ നമ്മളടുത്ത് അങ്ങനെ അപേക്ഷിക്കുന്നതായിട്ടൊന്നുമല്ല, നമ്മൾ ആ സമയത്ത് പിടിച്ചു മാറ്റുകയാണ്. പോലീസ് ആദ്യ സമയത്ത് മന്ത്രിയെ പോലീസ് മുഴുവൻ വളയാ. നമ്മുടെ മുന്നിൽ ഫേസ് ടു ഫേസ് 1.5 മീറ്റർ മുന്നിൽ നമ്മൾ നിൽക്കുമ്പോൾ പോലീസ് മുഴുവൻ മന്ത്രിയെ വളയുന്നു. മന്ത്രിയെ വളഞ്ഞതിന് ശേഷം നമ്മുടെ എല്ലാ ആളുകളെയും പിടിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുക. അതായത് സമൂഹത്തിൽ, സൊസൈറ്റിയിൽ ഇന്നത്തെ അവരുടെ ചർച്ചകൾ അല്ലെങ്കിൽ ആ LDF സർക്കാരിനെതിരെയുള്ള ചർച്ചകളൊക്കെ മാറ്റി വെപ്പിക്കുക എന്നുള്ള ഒരു അജണ്ട ആയിരുന്നു അതിന്റെ പിന്നിൽ. പക്ഷെ അതിനകത്ത് തോന്നുന്നു PR ടീം, ഇപ്പൊ ചെയ്യുന്ന PR ടീം ഇവരെ തന്നെ കുടുക്കിയതായിരിക്കാം. കാരണം അല്ലാതെ ഇത്തരത്തിലുള്ള ഒരു പൊട്ടത്തരങ്ങൾ 16 CCTV അടക്കമുള്ള വിഷ്വൽസ് ഒക്കെ ലൈവായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മന്ത്രി മുമ്പ് അഭിനയിച്ചിട്ട് മെഡലൊക്കെ നേടിയ ആളാണല്ലോ. അപ്പൊ മന്ത്രിയെ വെച്ചിട്ട് നല്ലൊരു സിനിമ പ്ലാൻ ചെയ്തു. പക്ഷെ അതിന്റെ ഡയറക്ഷൻ നികേഷ് കുമാറിന്റെ കയ്യിൽ നിന്ന് മിക്കവാറും അല്ലെങ്കിൽ പാളിപ്പോയിട്ടുണ്ടാവാം PR ഹെഡിന്റെ കയ്യിൽ നിന്ന്. കോടതി വേറൊരു കേസിനകത്ത് ഒരു വിധിയിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള കേസാണ്. അപ്പൊ മന്ത്രി കഴിഞ്ഞ ദിവസം പോലും മന്ത്രി പറയുന്നത് എന്നെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് രീതിയിലുള്ള സംഭാഷണങ്ങളാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പ്രതികരണം നടത്തുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ മന്ത്രി എന്ത് ചെയ്യുന്നത്? പൊതുസമൂഹത്തിന് മുന്നിൽ ഇത്ര അപമാനിതയാവുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്. സത്യം പറഞ്ഞാൽ ഇലക്ഷൻ ആയതുകൊണ്ടായിരിക്കും, കഴിഞ്ഞാൽ പറയുമായിരിക്കും. എന്തായാലും ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും.